ജിൻഡോ ജോൺ മത്സരിക്കുന്ന എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷൻ NDAക്ക് ലീഡ്. തൃശൂർ ഇതൊന്ന് പറഞ്ഞോട്ടെ. ജിൻഡോ ജോൺ മൂന്നാമത്. ജിൻഡോ ജോൺ ടെലിവിഷനിലെ ചർച്ച ഗുണം ചെയ്തില്ലേ? അതെ, ജിൻഡോ ജോൺ മത്സരിക്കുന്നിടത്ത് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് മുന്നിൽ, ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനേക്കാളും അതിഭയങ്കരന്മാരായ പിണറായി വിജയന്റെ PR ഏജൻസിക്കാരുടെ ഒരു വാർത്തയാണ് നിങ്ങൾ കേട്ടത്. പലപ്പോഴായിട്ട് കോൺഗ്രസിന്റെ UDF-ന്റെ പല നേതാക്കന്മാർ ഈ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പല ഇടങ്ങളിൽ നിന്ന് അഭിപ്രായപ്പെടുന്നത് നമ്മൾ കണ്ടു. CPM-നെയും LDF-നെയും സഖാക്കളെ തോൽപ്പിക്കാനല്ല ബുദ്ധിമുട്ട്, പരാജയപ്പെടുത്തിയിട്ട് സഖാക്കളെ നിങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട് എന്ന്. അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ TVയുടെയും കാര്യം. ഇവരുടെ വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കരുതും? ഡോക്ടർ ജിൻഡോ ജോൺ തുറവൂർ ഡിവിഷനിൽ നിന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ ജിൻഡോ ജോൺ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നും, അല്ലേ? അതാണ് നമുക്ക് തോന്നുക. അപ്പോ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജിൻഡോ ജോൺ തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കൗണ്ടിങ്ങിന്റെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഡോക്ടർ ജിൻഡോ ജോൺ പിന്നോട്ട് പോയിട്ടില്ല എന്ന് ജിൻഡോ ജോൺ പല ആവർത്തി ഇന്നലെ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരുടെയൊക്കെയോ ഈ പറയുന്ന കുഴലൂത്തുകാരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്ര ഹീനമായ വൃത്തികെട്ട ഏർപ്പാടുകളാണ് കേരളത്തിലെ ഈ പറയുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ പരമാർത്ഥമായ തെളിവല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ജിൻഡോ ജോൺ തോൽക്കണമെന്ന്, പരാജയപ്പെടണമെന്ന്, UDF പരാജയപ്പെടണമെന്ന്, മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കരുത് എന്ന് പലരും അതിയായി ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു തത്രപ്പാടാണ് നമ്മൾ ഇത് കാണുന്നത്, കണ്ടതും അത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടുന്ന് വീരപ്പൻ പക്കാ ക്രിമിനൽ, തട്ടിപ്പും പറ്റിപ്പും വെട്ടിപ്പും മാത്രം കൈമുതലായിട്ടുള്ള നമ്മുടെ ഒന്നാം തരം ക്രിമിനൽ ആയിട്ടുള്ള വീരപ്പൻ കൊള്ളയടിച്ച് പൊതുജനങ്ങളെ പറ്റിച്ച്, ബാങ്കുകളെ പറ്റിച്ച്, തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയ പണം കൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം വിലക്കെടുത്തിട്ട് ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് അവൻ മാധ്യമ പ്രവർത്തകനായിട്ട് പറയുക ഡോക്ടർ ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന്. ഏത് ഈ പറയുന്ന വാർത്തകളുടെ ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും താല്പര്യങ്ങൾ, അജണ്ടകൾ, അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ, അത് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലാകുന്ന ദിവസം, അതും കഴിഞ്ഞ് വോട്ട് എണ്ണുന്നതിന്റെ തലേ ദിവസം, വോട്ട് എണ്ണി തുടങ്ങിയ അതിന്റെ ഏറ്റവും ആദ്യ സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ പോലും ഈ അജണ്ടകൾ നമ്മൾ പലയിടത്തും കണ്ടതാണ്. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സംഗിണി കുരച്ച് ചാടുകയാ ഒന്നാം സ്ഥാനത്ത്. അവിടെ NDAയുടെ സ്ഥാനാർത്ഥി ആണെന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഇവരൊക്കെ, സഖാക്കളാണെങ്കിലും സംഘികളാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്രമാത്രം ഇവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരാഗ്രഹിക്കുന്നതല്ല കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് തുറന്ന് കാണിക്കുകയാണ് ചെയ്തത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജിൻഡോ തോൽക്കണമെന്ന്, അല്ലെങ്കിൽ ജിൻഡോ തോൽക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഒരു പക്ഷേ ഈ റിപ്പോർട്ടർ ചാനലായിരിക്കില്ലേ? അതല്ലേ ആ വാർത്തയുടെ ഒരു പ്രസരിപ്പ് തന്നെ നിങ്ങൾ നോക്കി. അവരുടെ ഒരു ഉത്സാഹം, എത്രത്തോളം ഉത്സാഹത്തോടു കൂടിയാണ് അവർ ആ വാർത്തയെ പടച്ചു വിടുന്നത്. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇന്നലെ ജിൻഡോ ജോൺ തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ ആ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തത്. അപ്പോ എന്തുമാത്രം അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ്
നമ്മുടെ ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപകടകരമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അപകടകരമായ വിഷയമല്ല, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സേഫായ വേയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ ജീവിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തെ കുറിച്ച് അത് വളരെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പച്ച നുണകൾ വാർത്തകളായി സ്ഥാപനങ്ങളുടെയും അത് വായിക്കുന്ന അവതാരകരുടെയും ഒക്കെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പച്ച നുണകൾ പടച്ചുവിടുന്നത് ഗോഡി മീഡിയകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് നമ്മുടെ കേരളത്തിലും പ്രാവർത്തികമാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ വൈകുന്നേരം ജിൻഡോ ജോൺ തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. ജയിച്ചൂട്ടോ, ഒരു ഘട്ടത്തിൽ പോലും പിന്നിൽ ആയിരുന്നില്ല കേട്ടോ, ഒരു ഘട്ടത്തിൽ പോലും പിന്നിൽ ആയിരുന്നില്ല. ഇടയ്ക്കൊക്കെ സത്യം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ നന്നാകും, എന്നാലും വഴക്കൊന്നുമില്ല കേട്ടോ. അധികം വെപ്രാളപ്പെടാതെയും വാർത്ത അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറെ കൂടി സത്യങ്ങൾ പറയാൻ പറ്റുമായിരിക്കും, ഒന്ന് ശ്രമിച്ചു നോക്കാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിപ്പോ കണ്ട ആ റിപ്പോർട്ടർ ടിവിയുടെ ആ ക്ലിപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ട് ജിൻഡോ ജോൺ തന്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ആ ജിൻഡോ ജോൺ വിജയിച്ച് കയറി എന്നുള്ളതാണ്. അങ്ങനത്തെ ജിൻഡോ ജോൺ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്തകൾ കൊടുത്ത് വെപ്രാളപ്പെട്ട് തിടുക്കപ്പെട്ട് വലിയ ഉത്സാഹത്തോടെ അത് ആഘോഷിക്കുക, ഇതാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇവരൊക്കെ പിണറായിയുടെ ഭക്തന്മാരാണെങ്കിലും പലപ്പോഴെങ്കിലും വല്ലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറയാനാവണ്ടേ ഇവരുടെ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തനവും ഒക്കെ. അതല്ലാതെ രാഷ്ട്രീയ എതിരാളികൾ ആയതിന്റെ പേരിൽ ഇത്തരത്തിൽ പച്ച നുണകൾ പടച്ചു വിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ കേരളത്തിലെ സഖാക്കളെ മാത്രമല്ല മാപ്രകളെയും തോറ്റിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിലും ജിൻഡോയെ പോലെയുള്ള ഉശിരുള്ള നട്ടലുള്ള ആളുകൾ അവര് വിജയിച്ചു കയറുന്നത് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്, അല്ലേ? വലിയ വേദനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാവുന്നതിലപ്പുറമാണ്, ഊഹിക്കാവുന്നതിലപ്പുറമാണ്, അല്ലേ? അല്ലെങ്കിലും ജിൻഡോ എന്നും വിജയിച്ച് കയറരുത് എന്ന് മനസ്സിന്റെ ഉള്ളുകൊണ്ട് സഖാക്കൾ ആഗ്രഹിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി ശക്തിയോടുകൂടി ആഗ്രഹിച്ചവരാണ് കേരളത്തിലെ മാപ്രകൾ, അല്ലേ? കാരണം ഇയാളൊക്കെ ഇങ്ങനെ ടിവിയിൽ ചാനൽ ചർച്ചയ്ക്ക് പോയിരുന്ന് ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് മുന്നേ എഴുതിയുണ്ടാക്കിയ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഇവരെയൊക്കെ അടിച്ച് മൂലക്കിരുത്തുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കാൻ കഴിയുന്ന വ്യക്തികള്, അവര് സ്ഥാനമാനങ്ങളിൽ എത്തുക, അവര് നേതൃത്വ നിലയിൽ എത്തുക എന്നൊക്കെ പറയുന്നത് മാപ്രകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയാണ്. വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദനയാണ്. സഖാക്കൾക്ക് പോലും ഇത്രയധികം വേദന ഉണ്ടാവില്ല. പക്ഷേ സഖാക്കൾക്ക് വേണ്ടി, പിണറായി വിജയന് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന, കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന വീരപ്പനെ പോലെയുള്ള ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിധി, ആ ഫലം എന്ന് പറയുന്നത് അത് സഖാക്കളുടെ കരണത്ത് മാത്രമല്ല ആ അടി ഏറ്റിരിക്കുന്നത്. ആ അടി യഥാർത്ഥത്തിൽ അതിന്റെ പ്രഹരം അനുഭവിച്ചത് കേരളത്തിലെ മാപ്രകളാണ് എന്നുള്ളതാണ്. എല്ലാവരും ആ കൂട്ടത്തിൽ ഞാൻ പെടുത്തുന്നൊന്നുമില്ല, എന്നാൽ അതിന്റെ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് എന്നുള്ളതാണ്. അവരുടെ കാരണത്തേറ്റ, അവരുടെ താല്പര്യങ്ങൾക്കേറ്റ വലിയ ക്ഷതമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറി എന്നുള്ളതാണ്. ജനം മാറ്റി, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവരൊക്കെ കൊടുത്തുവിട്ടിരുന്ന തലക്കെട്ടുകളും വാർത്തകളും സ്റ്റോറികളും അതൊക്കെ ആരെ ആർക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസരം മനസ്സിലാക്കി എന്നല്ല, മാത്രമല്ല ഈ പൊതുസമൂഹം ഇവർ പടച്ചുവിടുന്ന വാർത്തകള്, തലക്കെട്ടുകള് അതിനൊന്നും യാതൊരു വിലയും കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല അത് ഗൗനിച്ചത് പോലുമില്ല, പാടെ തള്ളിക്കളഞ്ഞു. അതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുന്നിൽ വരച്ചിടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ലേ? എന്നിട്ട് ഇവര് പ്രഖ്യാപിക്കുക ഡോക്ടർ ജിൻഡോ ജോൺ 3-ാം സ്ഥാനത്ത് എന്ന്. തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയുന്ന ജിൻഡോ പറയുന്നു ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോയിട്ടില്ല എന്ന്. എന്തൊരവസ്ഥയാണെന്ന് നോക്കണം നിങ്ങൾ. അപ്പോ സഖാക്കളെക്കാളേറെ മാപ്രകളുടെ കൂട്ടത്തിൽ പെടുന്ന ചിലരൊക്കെ ജിൻഡോയുടെ തോൽവി അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.